ചാനൽ വേട്ടയുടെ വികാരങ്ങളിൽ ദയവായി UDF പ്രവർത്തകർ വശംവദരായി ആവേശപൂർവ്വം സ്വന്തം നേതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചും ഘടകകക്ഷികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചും ഒരു സുഭദ്രമായ അന്തരീക്ഷത്തെ മോശമാക്കരുത് എന്നുള്ള കാര്യം വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇതുപോലെ എല്ലാ ചാനലുകളും കൂടി വളരെ കൂട്ടമായി ആക്രമിച്ചാണ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ശബ്ദമായി നിലനിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്ന് വീട്ടിലിരുത്തിയിരിക്കുന്നത്. ആ വീട്ടിലിരുത്തിയിരിക്കുന്ന ആളിനെ ഇതെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കേസിൽ ഇതുവരെ, കാരണം പുതിയ ഗവൺമെൻറ്റൊന്നും വന്നിട്ടില്ല, നേരത്തെയുള്ള ഗവൺമെൻറ്റൊക്കെ തന്നെയാണ് അന്വേഷിച്ചത്, SIT ഉണ്ടാക്കി മറ്റുള്ളതുണ്ടാക്കി, ഇതുവരെ ചാർജ് മെമ്മോ പോലും അയാൾക്ക് കൊടുത്തിട്ടില്ല. കാരണം അയാൾക്ക് ചാർജ് മെമ്മോ കൊടുക്കാൻ മതിയായ കാരണങ്ങൾ കാണുന്നില്ല എന്നതാണ് കേൾക്കുന്ന കാര്യങ്ങൾ. ഒരു മാധ്യമങ്ങളും ഈ കാര്യം ചർച്ച ചെയ്യുന്നില്ല. അവനെ എറിഞ്ഞു, കൊന്നു, വിട്ടു. അവനെ മാത്രമല്ല എറിഞ്ഞത്, അവൻ്റെ കൂടെ നടന്ന ഫെന്നി എന്ന് പറയുന്ന ഇലക്ഷന് മത്സരിച്ച ഒരുത്തനെയും എറിഞ്ഞിട്ടു. പിന്നെ അതുകൂടാതെ ശ്രീനാദേവി കുഞ്ഞമ്മ മാത്രമാണ് അതിൽ വന്നിട്ട് ഒന്ന് നിവർന്നു നിന്നത്. ബാക്കി ആരെല്ലാം മിണ്ടിയോ അവരെ എല്ലാം മണിക്കൂറുകൾ വെച്ച് എല്ലാ ചാനലുകളും കൂടി ചേർന്ന് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കൊന്നു. രണ്ടാമത്തെ കേസിൽ അതിനേക്കാൾ ബഹുവിശേഷമാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. അതൊക്കെ വരും ദിവസങ്ങളിൽ കേരളം കേൾക്കും. ഞാൻ പറഞ്ഞത്, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ചാനലുകൾ ചമച്ചുവിട്ട വാർത്തയിൽ എന്തെല്ലാം കഥകളാണ് ഓരോരുത്തരും പറഞ്ഞു കൂട്ടിയത്. എത്ര പേരുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സാധാരണ ചില സ്ഥലത്ത് പോകുമ്പോൾ ഇല്ല തേങ്ങ അടിക്കുന്നത് പോലെ എല്ലാവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ തേങ്ങ അടിച്ചടിച്ചാണ് കടന്നുപോയത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ തേങ്ങാടി നടക്കുകയാണ്. നേതൃത്വവുമായി ബന്ധപ്പെട്ട തേങ്ങയടിയാണ് നടക്കുന്നത്. അതിനെല്ലാ വെള്ളവും വളവും നൽകുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളാണ്. സ്ഥാപിത താല്പര്യങ്ങളുടെ മാധ്യമങ്ങൾ, പെയ്ഡ് PR ചെയ്ത മാധ്യമങ്ങൾ, ബിസിനസ്സുകാരുടെ താല്പര്യത്തിന് വിധേയമാകുന്ന മാധ്യമങ്ങൾ. ഇതിൻ്റെ മുന്നിൽ നിന്നാണ്, ഇതിൻ്റെ താഴെ വന്നാണ് എല്ലാവരും കൂടി കമൻ്റ് എഴുതി ആസ്വദിച്ച് ആക്രോശിച്ച് ആഹ്ലാദിക്കുന്നത്. എന്നിട്ട് എന്ത് നേടാൻ പോവാണ്? ഒന്നും നേടുന്നില്ല. സ്വന്തം വിജയത്തെയും സ്വന്തം പ്രസ്ഥാനത്തെയും സ്വന്തം നേതാക്കളെയും അപമാനിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു എന്നത് മാത്രമാണ് അവിടെ നടക്കുന്നത്. കൃത്യമായ ആശയപരമായ വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. പക്ഷേ അതിനപ്പുറത്ത് ഇവർ വെച്ചിരിക്കുന്ന കെണിയിൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പല സന്ദർഭങ്ങളിലും ഇവരിതുപോലെ കെണിയൊരുക്കാറുണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ സഖാവിനെയും ഒന്നാം പിണറായിയുടെ കാലത്ത് അകലം പാലിച്ചെങ്കിലും രണ്ടാം പിണറായിയുടെ കാലത്ത് ഇവരെല്ലാവരും നന്നായി വിറ്റെടുത്തു. എല്ലാ വർക്കുകളും ഏറ്റെടുത്തു, PR ഏറ്റെടുത്തു, സർവേ ഏറ്റെടുത്തു. കിട്ടാത്തവരാണ് അല്പാൽപമായി ചില വാർത്തകളൊക്കെ പിന്നീട് ലീക്ക് ഔട്ടായത്. അതിൻ്റെ തുടർച്ചയാണ് ഈ നടക്കുന്ന ദൃശ്യമാധ്യമങ്ങളുടെ ഈ കോപ്രായങ്ങൾ. കാണുന്ന ഓരോരുത്തരത്തും ചെന്ന് ഓരോ ഫ്ലെക്സ് ബോർഡുകൾ എടുത്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വിജയിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രസ്ഥാനം അധികാരത്തിൽ വരിക, ജനങ്ങൾക്ക് നന്മയുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്ത് ഇത് എഴുതിയത് കൊണ്ടും തലകുത്തി നിന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീതിക്ക് വേണ്ടി ഇറങ്ങിയവരെല്ലാം എവിടെയാണവർ? അവരെല്ലാം പണി നിർത്തിപ്പോയോ? ഗൾഫിൽ പോയോ? അതോ യൂറോപ്യൻ ടൂറിന് പോയിരിക്കുന്നോ? ഒരക്ഷരവും ഇല്ലല്ലോ. എന്താ കാര്യം? അവനെ കൊല്ലലായിരുന്നു ലക്ഷ്യം. അത് ഫലത്തിൽ സാധ്യമായി. അതിന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ളവരും കൂട്ടുനിന്നു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരും വിട്ടു. ഇതാണ് സ്ഥിതിവിശേഷം. അതുകൊണ്ട് ഈ വേട്ടയിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്രയേ ഉള്ളൂ. കഴിയുമെങ്കിൽ ഈ സമയത്ത് ചെയ്യാവുന്ന കാര്യം, ഈ ദൃശ്യമാധ്യമ ചാനലുകൾ കാണലെല്ലാം നിർത്തി സമാധാനമായി കണ്ണടച്ചുറങ്ങി രാവിലെ പ്രിൻ്റ് മീഡിയ മാത്രം വായിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നത് വരെ അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് അനാവശ്യമായ ജീവിതശൈലീ രോഗങ്ങളും പിരിമുറുക്കവും ശ്വാസം മുട്ടലും ഒക്കെ ഒഴിവാകും. നമ്മളീ കിടന്ന് ബഹളം വെച്ച് ഒച്ച വെച്ച് ശ്വാസം പിടിച്ച് നിർത്തിയോണ്ടൊന്നും ഈ ഉണ്ടാകുന്ന വലിയ തീരുമാനത്തെ അതൊന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല. എടുക്കുന്നവർ ഉത്തരവാദിത്തപൂർണ്ണമായി അവരുടെ തീരുമാനം എടുക്കട്ടെ.